ഹായ്, ഹലോ, നമസ്കാരം. കൊണ്ടൽ കൊണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. 1 മിനിറ്റ് 29 സെക്കൻഡ് ഒഫീഷ്യൽ ടീച്ചറാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് വാച്ച്. റെഡി. ബ്ലോക്ക് ബസ്റ്റർ. അവൻ പണിക്കെന്നും പറഞ്ഞു പോയിട്ടുണ്ട്. ഗൾഫിൽ ഇരുന്ന് അന്തസ്സായിട്ട് കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ചെറുക്കന് അപ്പൊ കള്ളും കുടിച്ച് കണ്ണടം നിറങ്ങി നടക്കുക. അവരൊക്കെ കിട്ടാനും കുത്താനും പഠിക്കാത്ത ഗുണ്ടകളാ. ഞങ്ങൾക്ക് അവരെ പേടിയാണ്. പിന്നെ നീയും ഇതിന്റെ പുറകെ പോവാൻ നിൽക്കണ്ട. അവനെന്തോ സംശയമുണ്ട്. പേടിയാവണ ഇതിനൊക്കെ തുടങ്ങി കേട്ടോ. കൊണ്ടലിന്റെ ചോദിച്ചാണൊക്കെ പാവിന്റെ വാല കൊടുത്തിട്ട് ഓണം 2024 ഓണം റിലീസാണ് കേട്ടോ. തിരക്കടില്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, മോശമായതുകൊണ്ടല്ല. അത് ഇതിന്റെ ഒരു ഗ്ലിംസ് ഉണ്ടായിരുന്നല്ലോ, അത് കിടുക്കാച്ച സാധനമായിരുന്നു. അനൗൺസ്മെന്റ് വീഡിയോ പോലെ ഒരു സാധനം വന്നിരുന്നല്ലോ, അത് പൊലം സാധനമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു സംഭവമായിട്ട് തോന്നില്ല. അത് കുറച്ചു നേരം ഉള്ളെങ്കിലും ആ ടൈമിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്, അത് ഇതിൽ കിട്ടാത്ത പോലെ തോന്നി. ആൻഡ് ഇതിൽ സൂപ്പർ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇപ്പൊ ആ കടലിലത്തെ സീൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. ഒരുപാട് നല്ല നല്ല സീൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കൊണ്ടൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, അത് കരയിൽ നിന്നും കടലിലേക്ക് അടിക്കുന്ന കാറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കടലിൽ ഒരുപാട് വൻ പരിപാടികൾ നടക്കാനുള്ള സാധ്യത ഉണ്ട്. ആന്റണി വർഗീസ് പെപ്പെ പുള്ളിക്കാരന്റെ മറ്റൊരു അടി ഇടി പൂരം കാണാനുള്ള സാധ്യതയും ഈ സിനിമയിലുണ്ട്. പക്ഷെ എനിക്കൊന്നും ഇതിലിപ്പോ ഈ ഡയലോഗ്സ് ഒക്കെ ഇനിയിപ്പോ 2 വെച്ചിട്ട് വെക്കേണ്ടാണോന്നും അറിയില്ല. ഡയലോഗ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തൊരു, നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുണ്ട്. പക്ഷെ മ്യൂസിക് കുറച്ച് കയറി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു ടീസറിൽ. ഭയങ്കര മ്യൂസിക് അങ്ങനത്തെ ഒരു സാധനം ഫീൽ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം തോന്നുന്നത്, നമ്മൾ ഈ അങ്കമാലി ഡയറീസ് ഒക്കെ പോലെ അത്തരത്തിലൊരു പടം എന്നല്ല. അതൊരു നാടിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഏരിയ ബേസ് ചെയ്ത് അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളും അവിടുത്തെ ആളുകളുടെ ജീവിതവും അത്തരത്തിലുള്ള ഒരു സംഭവം. ഒരു ഗ്രാമം അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ആ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ഒരു ചേരി നമ്മൾ പറയോ? ഇല്ല, അത്തരത്തിലുള്ള ഒരു കടലിന്റെ മക്കളുള്ള ആ ഒരു പരിപാടി ആ ഒരു ഏരിയയിൽ മാത്രം ഒരു ഹാർബറിന്റെ ബേസ് ചെയ്തോ അങ്ങനെ നടക്കുന്ന ഒരു സംഭവം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ നാട്ടിൻപുറം പോലത്തെ, നാട്ടിൻപുറം എന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്തായാലും അങ്ങനെ അത് ഇറങ്ങി വന്നിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും അതുമായിട്ട് നടക്കുന്ന എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടിക്കൊക്കെ ഒരു പഞ്ചില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എക്സ്പെക്ടേഷൻ ഭയങ്കര ആയതുകൊണ്ടാണ്. കാരണം ഇതിന്റെ ഈ ഗ്ലിംസ് കണ്ടപ്പോ കിട്ടിയ ഒരു സാധനമാണ് ഉള്ളിലുള്ളത്. ഞാൻ അത് വെച്ചിട്ടാണ് ഈ സാധനം ആവേശത്തോടെ അങ്ങനെ കാണുന്നത്. അത്തരത്തിലില്ലാത്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ അത് മോശമാണെന്നുള്ളതല്ല, ജസ്റ്റ് ഒരു ടീസറേ തന്നിട്ടുള്ളൂ. വമ്പൻ സാധനങ്ങളൊക്കെ അതിന്റെ ഇടയിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ട്രെയിലറിൽ കാണാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാലും മോശമാണെന്നല്ല. പക്ഷെ ഒരു സോഫിയ പോൾ, ആന്റണി വർഗീസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അജഗജാന്തരവും അത് സോഫിയ പോൾ ചെയ്തൊന്നുമല്ല. ഈ ആന്റണി വർഗീസ് പറയുമ്പോൾ നമുക്ക് അജഗജാന്തരം പോലത്തെ സാധനങ്ങൾ വരും. സോഫിയ പോളിലേക്ക് വരുമ്പോൾ ഈ മിന്നൽ മുരളിയും അല്ലെങ്കിൽ RDX, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. RDX അവിടെ ഉള്ളത് കൊണ്ട്, എസ്പെഷ്യലി ഇത് അടിപ്പടായതുകൊണ്ട്, അതേപോലെ ആയിരിക്കും ദാവീദിന്റെ സംഭവം. ദാവീദ് ബോക്സിംഗ് ആണ്, ആ കൊടുത്തിരിക്കുന്ന ബോക്സിൽ കയ്യിലിടുന്ന മറ്റേ സാധനമാണ്. അപ്പോ അതിന് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും, ആ പഞ്ച് ഭയങ്കര ആയിരിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതുപോലെ ഇതിലേക്ക് വരുമ്പോഴും RDXന് ശേഷം ആന്റണി വർഗീസും അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സോഫിയ പോളും ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഒരു അടിപ്പടം കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ അടി അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിട്ടണം, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും ഇതൊരു ഉളപ്പൻ സാധനം തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് വെറും ടീസറിനെ മാത്രമാണ്. അതും മോശമായി എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അയ്യോ എന്താ മോശം പറഞ്ഞ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻ അത്രയും വലുതാണ്, അതുകൊണ്ടുള്ളൊരു കുറച്ചുകൂടി പഞ്ചാബമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല പടമാവട്ടെ, നന്നായിട്ട് വരട്ടെ.